ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ എൻക്ലക്സ് RNൽ ഫാർമക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് നോക്കാം, അതിൻ്റെ ഓപ്ഷൻസ് നോക്കിയിട്ട് അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ലേൺ ചെയ്തതിന് ശേഷം നമുക്ക് ആൻസറിലേക്ക് വരാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ബീറ്റ ബ്ലോക്കേഴ്സ് ഷുഡ് ബി അവോയ്ഡഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ്? ബ്രോങ്കോ കൺസ്ട്രക്ഷൻ, ആൻജൈന, ഹൈപ്പർടെൻഷൻ, മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ആദ്യം തന്നെ നമ്മൾ ബീറ്റ ബ്ലോക്കർ ഡ്രഗ്സ് എന്തിനു വേണ്ടി കൊടുക്കുന്നതാണെന്ന് നോക്കാം. ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷർ ഡിക്രീസ് ചെയ്യാനും ഹാർട്ട് റേറ്റ് സ്ലോ ആക്കാനും കാർഡിയാക് ഡിസറിത്മിയാസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ബീറ്റ ബ്ലോക്കർ ഡ്രഗ്സ് യൂഷ്വലി കൊടുക്കുന്നത്. പറഞ്ഞ പോലെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ, ഹാർട്ട് റേറ്റ് കുറയ്ക്കാൻ, പിന്നെ ഡിസറിത്മിയാസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ബീറ്റ ബ്ലോക്കർ ഡ്രഗ്സിന് കുറച്ച് സൈഡ് ഇഫക്ട്സ് ഉണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എൻക്ലക്സ് റിലേറ്റഡ് ആയിട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സൈഡ് ഇഫക്ട്സ് ഓഫ് ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് വെച്ചാൽ ബീറ്റ ബ്ലോക്കേഴ്സ് കൊണ്ട് ബ്രാഡിക്കാർഡിയ ഉണ്ടാവും. ബ്രാഡിക്കാർഡിയ എന്ന് വെച്ചാൽ എന്താണ്? ഹാർട്ട് റേറ്റ് ലോ ആയിട്ട് മാറും. നമ്മൾ ഹാർട്ട് റേറ്റ് കുറയ്ക്കാൻ കൊടുക്കുന്ന ഡ്രഗാണിത്. അതുകൊണ്ട് തന്നെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ബ്രാഡിക്കാർഡിയ. പിന്നെ അനദർ സൈഡ് ഇഫക്റ്റ് ആണ് ഹൈപ്പോടെൻഷൻ. ഹൈപ്പോടെൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? ലോ ബ്ലഡ് പ്രഷർ, അല്ലേ? ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ബ്ലഡ് പ്രഷർ കണ്ടമാനം കുറഞ്ഞു പോകാനായിട്ട്, ഹൈപ്പോടെൻസീവ് ആവാനായിട്ട് സാധ്യതയുണ്ട് പേഷ്യൻസ്. പിന്നെ വേറെ ഒരു സൈഡ് ഇഫക്റ്റ് ആണ് ബ്രോങ്കോസ്പാസം. ബീറ്റ ബ്ലോക്കർ ഡ്രഗ്സിൻ്റെ വേറൊരു സൈഡ് ഇഫക്റ്റ് ആണ് ബ്രോങ്കോസ്പാസം. എന്ന് വെച്ചാൽ ബ്രോങ്കസിന് കൺസ്ട്രക്ഷൻ ഉണ്ടാക്കും ബീറ്റ ബ്ലോക്കേഴ്സ്. അതുകൊണ്ട് തന്നെ ആസ്മ, COPD ഒക്കെയുള്ള പേഷ്യൻസിന് കൊടുക്കുമ്പം കുറച്ചുകൂടെ കോഷ്യസ് ആയിരിക്കണം. അവർക്ക് ഓൾറെഡി പ്രോബ്ലംസ് ഉള്ളതായതുകൊണ്ട് ഈ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ കൊണ്ട് ദേ ഹാവ് മോർ സൈഡ് എഫക്ട്സ്. ഓക്കെ, ഇതല്ലാതെ വേറൊരു സൈഡ് ഇഫക്റ്റും കൂടെ ഉണ്ട് ബീറ്റ ബ്ലോക്കേഴ്സിന്. ദിസ് ക്യാൻ മാസ്ക് ദ സിംറ്റംസ് ഓഫ് ഹൈപ്പോഗ്ലൈസീമിയ. എസ്പെഷ്യലി ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഹൈപ്പോഗ്ലൈസീമിയ ആകുമ്പോൾ അവരുടെ ഹാർട്ട് റേറ്റ് കൂടും. അതാണ് അവരെ എന്ത് ചെയ്യാനായിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നത്. ദ ഹൈപ്പോഗ്ലൈസീമിയയുടെ സിംറ്റംസിനെ മാസ്ക് ചെയ്യും ബീറ്റ ബ്ലോക്കേഴ്സ്. സോ ദ പേഷ്യൻസ് ഹു ആർ ടേക്കിംഗ് ബീറ്റ ബ്ലോക്കർ ഡ്രഗ്സ്, എസ്പെഷ്യലി ഡയബറ്റീസ് ആയിട്ടുള്ളവർ റെഗുലർലി ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബീറ്റ ബ്ലോക്കർ ഷുഡ് ബി അവോയ്ഡഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ്? ബ്രോങ്കോ കൺസ്ട്രക്ഷൻ, ആൻജൈന, ഹൈപ്പർടെൻഷൻ, മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഇതിൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചതിൽ നിന്ന് ഹാർട്ട് റേറ്റും ബ്ലഡ് പ്രഷറും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ആൻജൈനയ്ക്കും ഹൈപ്പർടെൻഷനും മയോകാർഡിയൽ ഇൻഫാക്ഷനും ട്രീറ്റ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ബീറ്റ ബ്ലോക്കേഴ്സ്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബീറ്റ ബ്ലോക്കേഴ്സ് ബ്രോങ്കോ സ്പാസം ഉണ്ടാക്കും എന്ന് പറഞ്ഞു, അല്ലേ? ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കും. എസ്പെഷ്യലി ആസ്മ, COPD പോലുള്ള കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിനായിരിക്കും ഇത് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാകുന്നത് ഈ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ കൊണ്ട്. സോ അതുകൊണ്ട് തന്നെ COPD, ആസ്മയൊക്കെ ഉള്ള ഒരു പേഷ്യൻസിന് ബീറ്റ ബ്ലോക്കേഴ്സ് കഴിവതും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ ഇവിടെ നമ്മുടെ ആൻസർ, കറക്റ്റ് ആൻസർ ഈസ് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ആണ്.